അക്കാലം വളരെയധികം ഇത്രയുമേ പുരോഗമന ചിന്താഗതിയുള്ള കാലങ്ങളല്ല. അതിനെപ്പറ്റി കൂടുതൽ വർണ്ണിക്കേണ്ടത്. ഇപ്രകാരം ജന്മമെടുത്ത ബാലനിൽ കണ്ട ഈ മാറ്റം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എങ്കിൽ തന്നെയും തന്റെ 7-ാം വയസ്സിൽ തനിക്കൊരു ദിവ്യ ദർശനമുണ്ടായി. സന്ധ്യാസമയം ഒരു ഗാഠമായിരിക്കുന്ന മയക്കത്തിൽപ്പെട്ടു. തൻ്റെ ഹൃത്തടത്തിൽ ഒരു ബാലാർക്കബിംബം പ്രത്യക്ഷപ്പെട്ടു. അതിന് ഒരു നീലവിരിപ്പിൽ മധ്യത്തിലൊരു ശംഖും 3 നക്ഷത്രവും സൂര്യഗ്രഹങ്ങളോട് കൂടിയതായ ഈ ബാലാർക്കബിംബം തൻ്റെ ഹൃത്തടത്തിൽ പ്രത്യക്ഷപ്പെട്ട് 3 ദിവസം അത് നിലനിന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ശാന്തമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. 7 വയസ്സുള്ള ബാലനാണെന്ന് ഓർമ്മ വേണം. ഇതെന്താണെന്നറിയാതെ വീട്ടുകാർ വന്നടിച്ചു പോയി. മാതാപിതാക്കളും വിഷമിച്ചു. മറ്റുള്ളവരെല്ലാം ഇതെന്താണെന്ന് അറിയാതെ അവരും വളരെയധികം ബുദ്ധിമുട്ടിലായി. അത് കഴിഞ്ഞതിന് ശേഷം ബാലനായിരിക്കുന്ന ഗുരുദേവൻ കൂടുതൽ സംഭാഷണമില്ല. എപ്പോഴും ഒരാലോചന, ചിന്ത ഒക്കെ ഉണ്ടായി ഇങ്ങനെ നിലകൊണ്ട് നിൽക്കുന്ന കാലഘട്ടം. ഒരു 12 വയസ്സായപ്പോൾ മാതാവ് ശരീരവിയോഗം ഉണ്ടായി. ശരീരവിയോഗം ഉണ്ടായപ്പോൾ ഗുരുദേവൻ ഈ സത്യത്തെ എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിന് താൻ യാത്ര തിരിച്ചു. പല ദേവാലയങ്ങളിലും പള്ളികളിലും ക്ഷേത്രങ്ങളിലും പല ആത്മീയ ഗുരുക്കന്മാരെടുത്തും പല ജ്ഞാനികളെടുത്തും താൻ സഞ്ചരിച്ചു. എവിടെയൊന്നും ഈ ആത്മമോക്ഷത്തെ പറ്റിയുള്ള പരിപൂർണത തനിക്ക് ലഭിക്കാത്തതിനാൽ താൻ ഇവിടുന്ന് പീരിമേട്, ഇടുക്കി ജില്ലയിലെ അമ്പലപ്പാറ അഥവാ ഏലപ്പാറയ്ക്ക് 7 കിലോമീറ്റർ മുൻപോട്ട് ചെല്ലുമ്പോൾ അമ്പലപ്പാറയുള്ള ആ വൻമല മുകളിൽ താൻ 12 വർഷത്തെ കഠിനമായ തപസ് ചെയ്തു. പല മലകളിലും ആയി തപസ് ചെയ്തുവെങ്കിലും അതിൻ്റെ പൂർണ്ണത ചെയ്തത് അമ്പലപ്പാറ തപോവരിമലയിലായിരുന്നു. 12 വർഷത്തെ തപസ്സിൽ അവിടെ 2 വർഷവും 11 മാസവും 22 ദിവസവും കഠിനമായ തപസ്. തപസ്സിനാൽ തന്നിൽ സമ്പൂർണമായിരിക്കുന്ന ജ്ഞാനരൂപനായി തീർന്നു. ശരീരവും മറന്ന് സർവ്വതും താനവിടെ മറന്ന സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപനായിരിക്കുന്ന സർവീസ രൂപം അവിടെ രൂപാന്തരപ്പെട്ടു. സർവ്വതിലും അടങ്ങി നിൽക്കുന്ന മഹാശക്തി താൻ ഒരുവനായി മാറി. അങ്ങനെ തപസ് കഴിഞ്ഞ് താൻ പിന്നെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. താൻ ഇറങ്ങി വന്ന സമയം തന്നെ തന്നിലെ വസ്ത്രം പോലും ഇല്ല എന്നൊരു കാലമായിരുന്നത്. കാരണം ഇറങ്ങി വന്നപ്പോൾ തന്നെ രോഗികളെ സൗഖ്യപ്പെടുത്തുക, മറ്റു ദുഃഖിതരായിട്ടുള്ളവരെ സ്വാതന്ത്ര്യപ്പെടുത്തുക, മഹാരോഗങ്ങളെ നീക്കം ചെയ്യുക എന്ന് വേണ്ട മഹാ അത്ഭുതങ്ങളെയെല്ലാം താൻ നടത്തി. അങ്ങനെ അത്ഭുതങ്ങൾ നടത്തി താൻ അവിടെ നിന്നും യാത്ര തിരിച്ച് ഇവിടെ കുട്ടമ്പേരൂര് വന്ന് ഇവിടെയും അക്കാലം ജാതി കൊണ്ടും മതം കൊണ്ടും തീണ്ടലും തൊടിയിലുമായി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. ഒരു അധകൃതൻ ഒരു സന്യാസിയായി കടന്നു വന്നപ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ചോദിച്ചു. മനസ്സിലായില്ല പറഞ്ഞു. ഇതിനെയെല്ലാം ധരണം ചെയ്ത് ഭഗവാന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ആത്മാക്കൾ അനേകര് ഭഗവാനിൽ കൂടി.